മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. ഇരിക്കട്ടെ, ഞാൻ ഇരിക്കല്ലേ, ചേട്ടൻ അപ്പുറത്ത് പോയിരിക്കും. ഏച്ചി മാറി ഇരിക്കട്ടെ. ഞാൻ ഇവിടെ ഇരിക്കല്ല ചേട്ടാ. ചേട്ടാ കഷ്ടമല്ലോ, തൂക്കിയെടുത്തെറിയ മാറി. ഇവിടെ ഇരുന്നാലേ എഴുതാൻ പറ്റത്തുള്ളു. കൊച്ചു കുട്ടിയാന്നുള്ള പരിഗണന പോലും. കൊച്ചുകുട്ടി പോണ പോക്ക് എന്താണ് ഇത്, കുഴിയിലിരിക്കണം. എന്തായാലും നോക്കിക്കൊണ്ടിരിക്കണേ, പഠിക്കണ അതോ ചുമ്മാ വരച്ചോണ്ടിരിക്കണ? ഇതൊരു കഷ്ടം നോക്കണേ, പ്രതീക്ഷിച്ചതിനേക്കാളും കയറി കിടക്കുകയാണല്ലേ. ആരയച്ചേ? എന്തോന്ന് അയച്ചേ? പൈസ കയറി കിടക്കാന്നാണോ പറഞ്ഞത്? പൈസ ഒന്നും കയറി കിടക്കല്ലേ ഉണ്ണേ, ഇവിടെ കടം കയറി കിടക്കണ്. ആ കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോഴാ ആർക്കാ എന്താ? உனக்குதான், நீ தானே கேட்ட. ഞാൻ ഇപ്പൊ കേട്ട, ഞാൻ ഇവിടെ ജംഗ്ഷനിൽ പോകുന്നതിന് മുമ്പേ ചോദിച്ച ചായ അല്ലേ ഇത്? ஆமா, அப்ப நான் ரொம்ப வேலையில இருந்தேன். இப்பதான் அந்த வேலை முடிஞ்சது. உன்னோட சத்தம் கேட்டப்போ நான் சீக்கிரமா எடுத்துட்டு வந்தேன். ஹாட் டீ குடிச்சுக்கோ. വേണ്ടാമാ? പിന്നെ വേണ്ടേ ചായ? ബോസിനെ കിട്ടി ആസിഡ് വരെ കുടിക്കുന്ന ചേട്ടനാ. ഈയിടെ ബോസിനിട്ടി ആസിഡ്. മക്കളെ, ഞാൻ അടിച്ചിറക്കിയ സാധനം എനിക്കിട്ട് തന്നെ വെക്കില്ല നീ. டே கேசு, நான் 2 நாளா உன்னோட ஃபேஸ பார்த்துட்டே இருக்கேன். என்ன ஒரு மாதிரி டல்லா இருக்கு? ഒരു സുഖമില്ല എൻ്റെ, എന്താണെന്ന് അറിഞ്ഞൂടാ. ഈ വിചാരിച്ച കാര്യമൊന്നും പ്രതീക്ഷിക്കുന്നവരെ നടക്കാത്തോണ്ടായിരിക്കും. எல்லாமே சரியாயிடும்டா, வருத்தப்படாத. ആ ഒരൊറ്റ ശുഭപ്രദേശിലാണ് ജീവിച്ചു പോണത്. வருத்தப்பட வேண்டாம். ശരിയാവുമായിരിക്കും. ആ ഡേ ശിവ, അന്നേ നിന്റെ ഫ്രണ്ടിന്റെ അച്ഛന് വയ്യാന്ന് പറഞ്ഞിട്ട് 5000 രൂപ ഞാൻ തന്നില്ലായിരുന്നോ? തിരിച്ചു വയ്ക്കാനൊന്നുമില്ല. അന്ന് തന്ന പൈസ ഞാൻ പറഞ്ഞില്ലായിരുന്നു കടം മേടിച്ചാ തന്നേന്ന്. അങ്ങനെ അത് ഒരു 5000 രൂപ കടമുണ്ട്. പിന്നെ വേറെ അല്ലറ കടമെല്ലാം കൂടി 6-7 രൂപയുണ്ട്. മൊത്തം പറഞ്ഞാൽ 12000 രൂപ കടം. അപ്പം ഞാനിത് കൂട്ടിയപ്പോഴല്ലേ അറിയണത്. ഒപ്പു 12000 രൂപ കടം എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്ക്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഭാഷങ്ങൾ 2000 രൂപ കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ കടന്ന് വിളിച്ചുകൊണ്ടിരിക്കും, മോനെ എന്താന്ന് ചോദിച്ചുണ്ട്. പൈസയുടെ കാര്യം ചേച്ചി എവിടെ പോണ്ടാ? ഞാൻ അങ്ങോട്ട് വന്നതായിരുന്നു, പിന്നെയാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്ന കാര്യം ആലോചിച്ചത്. എന്നാ ഇങ്ങോട്ടേക്ക് പോരെ, കാര്യം പറ. വാന്ന് എന്തര് ചേച്ചി? ഓ, എനിക്ക് 12000 രൂപ കട. എത്ര? 12000 രൂപ. അത്രയും രൂപ കടവുണ്ടാ? നല്ലതാ മോനെ, ജീവിതത്തിലേ ഇച്ചിരി കടമൊക്കെ ഉള്ളത് നല്ലതാ. എന്നാലേ ജീവിക്കാൻ ഒരു ശുഷ്കാന്തിയൊക്കെ കാണത്തുള്ളൂ. ശരി ചേച്ചി, ചേച്ചി വെച്ച് കഴിഞ്ഞാൽ കേശുവിന്റെ കടം തീരും. ചേച്ചി ഒന്ന് കാല് മടക്കി അടിക്കുന്ന കേസേ ഉള്ളു. അയ്യോ, ചേച്ചിയുടെ കാലിപ്പോ പൊങ്ങത്തില്ലല്ലോ മോളെ, കാലിന് വയ്യ. കുഴിപ്പള്ളം ലച്ചു വിചാരിച്ചാൽ ചേട്ടനും അനിയത്തിയും കൂടെ പൈസ ചോദിച്ചുള്ള വരവാണെങ്കിൽ എന്റെ കയ്യിൽ 5 പൈസ ഇല്ല. നീ അറിഞ്ഞ ഞാനും സിദ്ധുവൊക്കെ ഡിവോഴ്സ് ആവോ? അതുപോലെ തന്നെയല്ലേ ഇതാണ് പറഞ്ഞ. എനിക്ക് വല്ല കാര്യം ഉണ്ടായി, ആ മുറിയിൽ നിന്ന് ഇറങ്ങി പുറത്തു വരണ്ടേ? ഒരു കാര്യം ഉണ്ടായിരുന്നില്ല മാർക്കി. അല്ല ചേച്ചി, അപ്പൊ പറഞ്ഞ പോലെ. എന്താ കാര്യം? അമ്മമ്മ വിചാരിച്ചാൽ ചിലപ്പോ നടക്കുമായിരിക്കും അല്ലേ? പിന്നെ നമുക്ക് അമ്മൂമ്മയ്ക്ക് ഒരു ചാൻസ് കൊടുക്കല്ലേ? പിന്നെ കൊടുക്കണം. എന്താ കാര്യം പറ. അമ്മമ്മ, അതായത് അമ്മൂമ്മയുടെ ഈ പൊന്നാര കൊച്ചുമോനുണ്ടല്ലോ, വെറും ജസ്റ്റ് നോക്കി ഒരു 12000 രൂപയുടെ കടമുണ്ട്. അപ്പോ അമ്മമ്മ ആ കാശ് അവന് കൊടുത്തിരുന്നെങ്കിൽ അവനെ കടം വീട്ടി എന്തായാലും തിരിച്ചു തരും അല്ലേ? പിന്നെ തിരിച്ചു തരൂല്ലേ? പിന്നെ അമ്മൂമ്മ ഇപ്പൊ എന്റെ പൈസ ആയിരുന്നു, ഞാൻ അങ്ങോട്ട് മറച്ചടിക്കുന്നു. അത് കഴിയുമ്പോ എന്റെ ഞാൻ പൈസ കൊണ്ട് അമ്മൂമ്മയ്ക്ക് വരുന്നു. അപ്പൊ എനിക്ക് തരാൻ വെച്ചേക്കുന്ന 12000 രൂപ നിന്റെ കയ്യിലുണ്ടല്ലോ. ആ 12000 രൂപ നീ അങ്ങോട്ടും കൊടുത്താൽ മതി. അല്ലാതെ എന്റെ കയ്യിലില്ല. ഞാനത് ഇതേപോലെ ചെറിയ വർക്കിനൊക്കെ പോയിട്ട് പൈസ ഒപ്പിക്കും. പക്ഷെ ഒപ്പിക്കുമ്പോ സമയം പിടിക്കും. സമയം പിടിക്കുമ്പോ ഞാൻ ആ പൈസ അങ്ങ് അമ്മൂമ്മയ്ക്ക് തരാം. അപ്പൊ അമ്മൂമ്മ ഇപ്പൊ പൈസ ഞാൻ ഇപ്പൊ അവർക്ക് കൊടുക്കും. ഒപ്പിച്ച് മോനം കൊടുത്താൽ മതി. എന്താ
ഞാൻ ഈ നാട്ടുകാരിയല്ല കേട്ടോ. ഗത്തില്ല എന്ന് സാരം. നല്ല ബെസ്റ്റ് അമ്മൂമ്മ. അയാളോ ഞാൻ തൊട്ട് ഇറങ്ങി. ആ നീ എവിടെ വന്നില്ലേ? എടാ വാടാ, ഒരുമിച്ചും കയറാം. അല്ലേ ഒരു കാര്യം ചെയ്യും, ഞാൻ അങ്ങോട്ടങ്ങ് വരാം. ആ ഡേ പിന്നെ ഉച്ചയ്ക്ക് നീ ഫുഡ് എങ്ങനെയാ? ഹോട്ടലിലൊന്നും പോകണ്ട. ആ വെറുതെ എന്തിന് കാശ് വേണം, നമുക്ക് വീട്ടിൽ നിന്ന് കഴിക്കാം. ഒരു കാര്യം ചേട്ടാ, നീ ഇങ്ങോട്ടേക്കും പോരെ, എന്നാൽ രാവിലെ ഇവിടുന്ന് കഴിക്കാം. എന്നാ ശരി, ഞാൻ എന്താ പറഞ്ഞു. ആ നീ അവിടെ നിന്നില്ലേ? ചേട്ടാ ഓ എന്തോന്ന് കോല ഇത്? മക്കളെ, ചേട്ടൻ ഇന്നു മുതൽ ഉഴയിപ്പാളിയാണ്. എങ്ങനെ ഉഴയിപ്പാളി? എവിടെ പോയിട്ട് വന്നു? ചേച്ചി നിക്കുന്ന നിപ്പില് എങ്ങോട്ടെങ്കിലും ഒക്കെ പോവും, ആരോടും പറയാതെ. ഒട്ടും കുശുമില്ലല്ലയോ എടി. അവള് പോകുന്നതിന് നിനക്ക് പോകാൻ പറ്റുന്ന അസൂയല്ലടി നിനക്ക്. എന്താ അസൂയ? എനിക്ക് ഒരു അസൂയയില്ല. മുഖം നോക്ക്, അസൂയക്ക് കുശുമിന് ഒരു കുറവ്. എന്തോന്നൊക്കെ ഇത് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ പോണാ? അല്ല ഈ കോലത്തിലേ ഈ കോലം ഫാൻസി ഡ്രസ്സിനല്ലേ? ഏച്ചി പോടെ എവിടുന്ന്? പറഞ്ഞില്ലേ 12,000 രൂപ കടവുണ്ട്, വീട്ടണ്ടേ? ഓ ഇപ്പൊ എന്തിനു ചെയ്യാൻ പോണ്? ഉഴയിപ്പാളിയായി. ഈ ചേട്ടാ ഈ ഉഴാപ്പളിന്ന് വെച്ചാ എന്തുവാ? എന്തിന് ഉഴയപ്പാളിന്ന് വെച്ചാ എന്തുവാ? ഉഴയിപ്പാളി അധ്വാനം ചെയ്യുന്ന ആൾ, വെറും തൊഴിലാളിയല്ല, കഠിന തൊഴിലാളി. ഓ അപ്പൊ ഉഴയിപ്പാളി എന്ത് പഠിക്കാണ് പോവാൻ പോകുന്നത്? വെട്ടല കളക്കലോ വല്ലോ ആണോ? അത്ര വലിയ കടുത്ത പണിയൊന്നുമില്ലടി, നൈസ് പണി ചെയ്ത്. നമ്മള് നൈസിലേക്ക് നൈസ് പണി പറയുമ്പോഴത്തേക്ക് നീ പഞ്ഞിപ്പുറത്ത് കാറ്റി വിടൽ അങ്ങനെ എന്തെങ്കിലും? ഏച്ചി ബോഡി എവിടുന്ന്? അതൊന്നുമില്ല. സംഭവം പണിയെന്ന് പറഞ്ഞാല് നമ്മുടെ ഇവിടെ അടുത്തൊരു പണിയെടുപ്പുണ്ട്, ഒരു ഹോസ്റ്റലിലെ വർക്ക്. അത് എടുത്തേക്കണത് നമ്മുടെ പുള്ളിയാണ്, നമുക്കറിയാതെ മാമൻ. അതിന്റെ പെയിന്റ് അടിയാണ് പുള്ളി എടുത്തേക്കണേ. അപ്പൊ പുള്ളി ഇങ്ങനെ പറയായിരുന്നു, അവന്റെ പുട്ടിയടി കിടക്കണ ആള് കുറവെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു, പിന്നെ ഞാനിവിടെ വരാം എന്ന് പറഞ്ഞു. ഇവനൊക്കെ ഉണ്ട്, നമ്മുടെ ശിജു ഒക്കെ ഉണ്ട്. നൈസിൽ ചെല്ലുന്നു, പുട്ടിയിട്ടങ്ങ് തള്ളി കൊടുത്താൽ മതി. അതെ, പുട്ടിടാനാണെങ്കിൽ തനിക്ക് പുട്ടിടാൻ അറിയോ? പുട്ടി ഇടാനേ പുട്ടിടാൻ അറിയോന്ന്? ചേച്ചി നിങ്ങൾ അറിയാതെ ഏതൊക്കെ പണിക്ക് പോയിട്ടെന്നറിയോ? ശരിയാ. നീ എന്തോ പണിക്ക് പോവാന്നോ? ഓ മൂമ്മ, ഞാൻ ഇനി മുതൽ ഉഴയിപ്പാളിയാണ്. എന്ത്? ഒന്നുമില്ല, തന്നെടേ നീ ഉഴപ്പല തന്നെ. കേശോട്ടൻ അച്ഛനെ പോലെയാ, ഒന്നും വിടത്തില്ല. അത് പിന്നെ അച്ഛല്ലേ മക്കളെ നമ്മുടെ ഗുരു. ഗുരുവേ വന്ദനം. എവിടെ പോയി കിടക്കണം? വരണമില്ലല്ലോ, 8:50 സമയം. ഈ പണിക്കൊക്കെ പോകുമ്പോഴേ കൃത്യനിഷ്ഠത വേണം, പ്രത്യേകിച്ച് ഫസ്റ്റ് ദിവസം. എടാ ഈ പെയിന്റിങ്ങിന് പോയാലേ ദേഹത്തൊക്കെ പെയിന്റ് പറ്റത്തില്ലയോ? ഞാൻ പെയിന്റിങ്ങിനോടൊന്നപ്പോ പറഞ്ഞു, പുട്ടി അടിക്കാൻ പോണം മുമ്മ, പുട്ടിയിട്ട് കൊടുത്താൽ മതി, വേറെ വിഷയമൊന്നുമില്ല. പറഞ്ഞൊക്കെ ഉള്ളതാണോടെ, അതോ വല്ല ചുമട് ചുമക്കാൻ പോണതാണോ? ചുമടി ചുമക്കാനാ? ആ അല്ല, പണ്ട് ഇതേപോലെ ഒരാൾ ഇവിടുന്ന് ഷൂസും ടൈയൊക്കെ കെട്ടി പോയതാണ്, എന്നിട്ട് പാറ പൊട്ടിക്കാനാണ് പോയത്, അതുകൊണ്ട് ചോദിച്ചതാ. അത് അച്ഛൻ്റെ ആംബിയർ നമുക്കുണ്ടാ? നമ്മള് നൈറ്റ്സിലല്ലേ നിൽക്കുള്ളൂ. അച്ഛൻ നല്ല കട കഴി പുല്ലുവല്ല പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അങ്ങനെയാണോ? ചേച്ചി മൊത്തം നമ്മുടെ പിള്ളേരല്ലേ, അവന്മാര് പണിയെടുത്തോളും. നമ്മൾ നൈസിൽ മൂലൊക്കെ നിന്ന് കൊടുത്തേച്ചാൽ മതി. പിന്നെ ഇടയ്ക്ക് വല്ലതും ചിലപ്പോൾ എടേ ആ പുട്ടിയും കിടന്നിട്ട് കലക്കിത്താന്ന് പറഞ്ഞാൽ കലക്കിയും കൊടുക്കണം. കഴിഞ്ഞ പരിപാടി 900 dirhams. മാസോ? ദിവസം 900 രൂപ. ദിവസം 900 രൂപ. വല്ല പണിക്കും പോയിരുന്നല്ലേ? അയ്യ, പണിക്ക് പോകാൻ പറ്റിയൊരു സാധനം ഞാൻ ഇരിക്കണേ. അതാണ്ട് കേട്ടോ, അവിടെ അല്ലെങ്കിൽ തന്നെ ആളെണ്ണം കൂടുതലാണ്. അല്ല മക്കളെ കേശുവേ, നമുക്ക് കടം തീർക്കാനായിട്ട് വേറെ വഴിയൊന്നും ഇല്ലേ? വേറെ എന്തിനു വയ്യടി? എനിക്ക് വയ്യടി ഈ കാശുള്ളവരുടെ ഫ്രണ്ടിൽ പോയി കൈ നീട്ടാനേ. കൈ നീട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ പുച്ഛം കാണണം, അവരുടെ അഹങ്കാരം കാണണം, അവരുടെ ഉപദേശം കേൾക്കണം. നിങ്ങളല്ലേട്ടോ ഞാൻ കാശുള്ളവരുടെ കാര്യം പറഞ്ഞു. ഈ കയ്യില് പൈസ ഇങ്ങനെ പൂത്തി പൂത്തി വെച്ചിട്ടും തരാത്ത ഈ ഗൾഫിലെ പൈസയൊക്കെ കുറെ കാണുമല്ലോ അക്കൗണ്ടില്. ഫോണ് നമ്മള് പണിയെടുത്ത് ജീവിച്ചോളാവേ. തൊഴിലാളി എങ്ങനെ? തൊഴിലാളി ഉലക തൊഴിലാളികൾ വാഴുക. എവിടാ നീ ഒന്ന് വരുമോ ദേവി? ഇത് പോണ്ടേ പിന്നെ? പിന്നെ എനിക്ക് പുട്ടിയിടലൊന്നും അങ്ങോട്ട് വശമില്ല. പറഞ്ഞു തരണേ, അനേസിലേക്ക് കേശുവിനെ സമ്മതിക്കണം. ആ ശരിയാട്ടാ, എന്ത് ജോലിക്ക് പോകാനും അവനൊരു മടിയില്ല.
ആരുടെയാ മോനെന്ന് അറിഞ്ഞൂടെ? ഏയ് ഇത് മതിയോ നോക്ക്. ആ മതിയളിയാ. ഓക്കെ ഓക്കെ. സുല്ലണ്ണോടാ കാണാനില്ലല്ലേ? സുല്ലണ്ണ വരാന്ന് പറഞ്ഞ് വരുമായിരിക്കും. നമുക്ക് തുടങ്ങാല്ലേ? തുടങ്ങണോ? അങ്ങനെ പറഞ്ഞിട്ട് തുടങ്ങിയാൽ പോരെ? അയ്യ അത് ശരിയാവില്ല. ഇനി മുതലാളി ഇത് വല്ലതും കണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്യാതിരിക്കുന്നതിന് ഭയങ്കര പ്രശ്നമാകും. എന്നാ പിന്നെ പണി തുടങ്ങാം. ആ തുടങ്ങാം. എന്തിനു നോക്കണ്? അല്ല ആരെങ്കിലും വരുന്നുണ്ടോ നോക്കിയത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്കിത് അത്ര അങ്ങോട്ട് വശമില്ല ഈ പുട്ടിയിടിയിൽ. അതെ, ഞാൻ നമ്മളന്ന് മറ്റേ സുമേഷ് അണ്ണന് പിന്നെ പണിയില്ലായിരുന്നു. നമ്മുടെ സുമേഷനുണ്ട്. നമ്മളന്ന് പോയ അന്ന് പുട്ടിയിടിയില്ലായിരുന്നു. ആ സമയത്ത് ഞാൻ അങ്ങോട്ട് വന്നതാണ്. സമ്മതിച്ചില്ലടാ, കാണാൻ പോലും സമ്മതിച്ചില്ലെന്ന്. അവസാനം ഞാൻ മറ്റേ ഒളിക്കണ്ടിട്ട് കണ്ട്. പിന്നെ നേഴ്സിലെടുത്ത് മറ്റേ ബാത്റൂമിന്റെ സൈഡിലൊക്കെ തേച്ച് നോക്കിയത്. അങ്ങനെ അറിയാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് പക്കയായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ടെന്ന്. ഞാൻ ഇല്ലേ, എനിക്കറിയാം പണി. അത് നിന്നതാ. അല്ല എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. പക്ഷെ വേറൊരുത്തന്റെ കാശാണല്ലോ, നമ്മളത് വെള്ളത്തിൽ കളി കളയാൻ പാടില്ലല്ലോ. അതെ അതെ. നീ പോവാ. എന്തിനാ? ഒന്നൊന്നടാ, എന്ത് കാര്യം പറയും? മാറാ ഇങ്ങോട്ട്. ശിവനെ കൊണ്ട് ഞാൻ എന്തളിയാ ഒന്ന് നോക്കിയടേ. ഓക്കെ അല്ലേ? ഓക്കെ അല്ല അളിയാ. അല്ലേ? അല്ല. ഇപ്പൊ ശരിയാക്കാം. നീ ഉറക്കില്ലായിരുന്നു? വരാ ദയവ് ചെയ്ത് ശരിയാക്കണേ. ഇല്ലടാ ഇപ്പൊ ശരിയാക്കടാ. ഇത് ഞാൻ ടെസ്റ്റ് ഇട്ട് നോക്കിയല്ലേ. ഞാൻ ആദ്യം എടുത്തപ്പോളേ അതെ കുറച്ച് കടുത്തു പോയി. ശരിയാക്കണേ അളിയാ. നീ ഒരേടാ പോടാ. ഇവനെ കൊണ്ട് ഞാൻ ഇട്ട കുട്ടി ഇളക്കണ ഇടുന്നോ? എന്താ അപ്പൂപ്പ? ഇല്ല, ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കുഴപ്പത്തേക്ക് പോകത്തുള്ളൂ. ആഹാ, ഉമേഷേട്ടനുണ്ടോ അവിടെ? എന്താടെ പരിപാടി? ഇവിടെ കേശു ഇല്ല, ബാക്കി എല്ലാവരും ഉണ്ട്. കേശു എന്തോ അല്ലറ ചില്ലറ പരിപാടിയൊക്കെ ആയിട്ട് പോയേക്കുക. വേറെ ശേഷമൊന്നുമില്ല. അമ്മൂമ്മ അടുക്കളയിൽ, കനകാൻ്റെ അടുക്കളയിൽ. ശിവാനി ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു. എന്നാ പിന്നെ അപ്പൂപ്പൻ്റെ പരിപാടിയൊക്കെ നടക്കട്ടെ. വിളിക്കാം. ശരി. ചേച്ചി എന്തോ ചേച്ചി എന്തോ കാണിച്ചേ? ചേച്ചി അടുത്ത് ഞാൻ ചോദിച്ചല്ലേ എന്റെ കയ്യിലോട്ടൊന്ന് താന്ന്. വെറുതെ എന്തിനാ കൊച്ചു അപ്പൂപ്പന്റെ സമയം കൂടെ കളയണേ? ഓ, അപ്പൊ ചേച്ചി സംസാരിക്കുമ്പോ അപ്പൂപ്പന് സമയം പോകത്തില്ല അല്ലേ? താൻ സംസാരിക്കുന്നത് അപ്പൂപ്പനെ സോപ്പിടാൻ വേണ്ടിട്ടല്ലേ, വേറെ ഒന്നിനും അല്ലല്ലോ. അല്ലല്ലോ, നോക്കി പേടിപ്പിക്കണോ? വിശപ്പിന്റെ വിളിയാണത്. നല്ല പണിയെടുത്തണ്ടേ. ചേച്ചി ഉഴപ്പാളികള് വന്നാ? ഉഴപ്പാളിയാ? എടേ ഉഴപ്പാളി. അതാ ലെവൻ വരലെന്ന് പറഞ്ഞാണ് ഫുഡ് കഴിക്കാൻ. ഞാൻ തൂക്കെടുത്തോണ്ട് വന്നു. എന്താടാ നിനക്ക് ഭക്ഷണം കഴിക്കാൻ വരാനൊരു മടി? ഒന്നുമില്ലേ ചേച്ചി? താത്തറാപ്പാ. ചേച്ചി ഫുഡ് എടുക്കാം. വെച്ചക്കണേ കനകാൻ്റെ. ഒന്നും പറയണ്ടേ, വെച്ചെന്നിട്ടേ പണിയെടുത്തിട്ടാന്ന് തോന്നുന്നു. ഡബിളായിട്ട് കത്തണ വയറ്. എന്താടേ ആഹാരം കഴിക്കാൻ വേണ്ടിട്ട് വന്നതാണാ? പിന്നല്ലാതെ ഇതൊന്നും പറയണ്ടേ. പണിയെടുത്തപ്പോഴേ വിശപ്പങ്ങ് ഇരട്ടിയായെന്ന് കയറി. ചേട്ടൻ പണിയെടുത്തില്ലെങ്കിലും വിശപ്പ് ഇരട്ടിയാ. നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പണിക്ക്? അല്ല അമ്മ, സുനിലണ്ണോട് ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങേരുന്ന് വന്നില്ല. അങ്ങനെയാണ് പണിയെടുത്തേക്കണത്. டே கேசு, எனக்கு தெரியும் நீ யாரையாவது கூட்டிட்டு வருவேன்னு. அதனால நான் அரிசியை கொஞ்சம் ஜாஸ்தியா போட்டேன். കനാൻഡി ആൻഡി ഇവിടെ നിന്നും ജനിക്കേണ്ട ആളല്ല, അങ്ങ് ജപ്പാനിൽ ജനിക്കേണ്ട ആളാണ്.
அது என்னடா நீ அப்படி சொன்ன? ഒന്നുമില്ല, പോയി ചോറിട് ചെല്ല്. ஆ எடுத்துட்டு வரேன். சிவா நீ வா. മതി മതി ദാ, പണി എങ്ങനെയുണ്ട്? പണി നല്ല നൈസ് പണിയല്ലേ? മൊത്തം എവനാ ചെയ്യണത്? ഞാൻ നൈസിലൂടെ സൈഡിൽ നിൽക്കുന്നേ ഉള്ളൂ. അപ്പൊ നീ പണിയെടുക്കാറില്ല? ഞാൻ പണി എടുക്കൂടാ. പണി എടുക്കും, പണി എടുക്കും. ചെറിയ ചെറിയ പണി മാത്രം, മെയിൻ പണിയൊക്കെ അവൻ ചെയ്യും. നീ ഇപ്പൊ പഠിക്കാനൊന്നും പോവാറില്ലേ? ഞാനിപ്പോൾ PSCക്ക് പോകണ്ടേ ചേച്ചി? ഈ ജോലിയൊക്കെ നല്ലത് തന്നെ, പക്ഷെ പഠിച്ച് കുറച്ചും കൂടെ നല്ലൊരു ജോലി വാങ്ങിക്കണം. എന്തൊരു ജോലി അമ്മൂമ്മ, എല്ലാ ജോലിയും ചെയ്യാനുള്ള മനസ്സുണ്ടായിരുന്നാ മതി, പിന്നെ പഠിക്കുകയും വേണം. പിന്നെ അത് നമ്മൾ ചെയ്യണില്ലേ? പിന്നെ കളിക്കില്ലേ? തത്ത് കളിക്കില്ല. കയ്യൊന്നും കഴുകുന്നില്ലേ? അയ്യൊക്കെ സൈറ്റിൽ നിന്ന് കഴിട്ട് തന്നെ വന്ന്. പിന്നെ നീ വീട്ടിൽ നിന്ന് കുളിച്ചിരിക്കാടി. അതിനുള്ള ആഡംബരമൊന്നും നമുക്കില്ലേ മക്കളെ? നമ്മള് ജോലി ചെയ്യണ സമൂഹമല്ലേ? கொஞ்சம் கறி தான் வச்சிருக்கேன். நிறைய விபோ எல்லாம் இல்ல. അതൊന്നും ഒരു കുഴപ്പമില്ല. അത് തന്നെ, അതൊക്കെ എന്തൊരു കുഴപ്പം കനേണ്ടി. ആഹാ, എന്തൊക്കെ പറഞ്ഞാലും വീട്ടിലെ ഫുഡിന്റെ ടേസ്റ്റ് അതൊന്നും വേറെ കേട്ടോ. അല്ലടേ, അയ്യോ പൊന്നുമോൻ ഇത്രയും കൊല്ലം പുറത്തുനിന്നാണല്ലോ ഭക്ഷണം കഴിച്ചോണ്ടിരുന്നേ. വീടിന്റെ ടേസ്റ്റ് ഒരു ഇതിനങ്ങ് പറഞ്ഞത് അതിപ്പോ പ്രശ്നമായ എന്തൊരു ചേച്ചി? ജോലിക്ക് പോകുന്നതിന്റെ ജാടയാ. അധ്വാനിക്കുന്ന സമൂഹത്തിന് ഒരിക്കലും കുറ്റം പറയരുത് കേട്ടല്ല. சூப்பர்டா கேசு, உன்னோட டயலாக் எப்பவுமே சூப்பர் தான். അതാണ് താങ്ങാനുള്ള ആളെത്തി. അയ്യോ, നോയിക്കൊണ്ടിരിക്കാതായിട്ട് മുട്ട വരിച്ചു. அதுக்கு என்ன இப்பவே கொண்டு தரேன். അളിയാ, നീ ആദ്യം ആ പൊട്ടിയിട്ടപ്പോഴേ ഞാൻ ഒന്ന് പതറി. പക്ഷെ നീ പിന്നെ പഠിച്ചു വന്നു കേട്ടാ. അതൊക്കെ അത്രയല്ലോ, അതല്ലേ ഞാൻ പറഞ്ഞേ. ജസ്റ്റ് ഒന്ന് കണ്ട് കിട്ടിക്കഴിഞ്ഞാ പിന്നെ ബാക്കി കാര്യം ഞാൻ ഏറ്റി. അതങ്ങനെയാണല്ലേ? പിന്നെ ഇനി എപ്പോ ബാക്കി പണി എവിടെ? ബാക്കി പണിന്ന് വെച്ചാലേ ഇനി മോളിൽ കയറി നിന്നിട്ടുള്ള പണികളാ. അതിനിപ്പോ നീ ഇടപെടണ്ട, ഞാൻ കയറി ചെയ്തോളാം. മോളിൽ കയറി എന്നുള്ള പണി ആര് ചെയ്യുമെന്ന്? ഞാന്. അയ്യ, ഞാനിരിക്കണ്. ഡേയ്, നിനക്ക് ഹൈറ്റ് പേടിയല്ലടാ? അത് ഇടയ്ക്ക് എന്തോ കുറച്ച്. ഇടയ്ക്ക് എന്തോ കുറച്ചേടെ. ഈ ഇടയ്ക്ക് മറ്റേ സതീശണ്ണന്റെ വീട് പണിയാൻ പോയപ്പോ നീ ഏതോ ഏണി കയറി നിന്ന് കാല് കുറച്ച് തറ വീണെന്ന് പറഞ്ഞല്ല അങ്ങേര്? എല്ലാരും അറിഞ്ഞല്ലേ? എല്ലാരും അറിഞ്ഞ്. അയ്യോ, നാണെന്ന് കച്ചി. ഞാൻ കയറുന്നോളാം, കുഴപ്പമൊന്നുമില്ല. ശരി എന്നാ സാധനം എടുത്ത് തന്നാ മതി. ഞാനായിട്ട് ഏണി തൂക്കടാടി. ഏണിയാ? എന്റെ അടുത്ത് കള്ളപ്പണി എന്ന് പറഞ്ഞിട്ട് എവനാണ് ഫുള്ള് കള്ളപ്പണി. ആമാ ഇല്ല, ഞാൻ 2 ദിവസം കഴിയുമ്പോഴേക്കും കുഴിപ്പുറത്തേക്ക് എത്തും. ഞാൻ പുറത്താ. അതൊരു ചുരിദാർ കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ജംഗ്ഷനിൽ. അത് മേടിക്കാൻ പോയതാ, പക്ഷെ ആ ചേച്ചി തയ്ച്ചു കഴിഞ്ഞിട്ടില്ല. ഒരു മിനിറ്റിനെ വിളിക്കാവേ. നീ ആ ബാക്കി പുട്ടിയോടടുത്ത് കലക്കി വൈ. അത് ഞാൻ നോക്കിക്കൊള്ളാളിയാ, നീ എവിടെ നോക്കി കണ്ടൊക്കെ നിക്കണേ. പിന്നെ ഇതൊക്കെ ഒരു ഹൈറ്റാടാ. ഇതല്ല, ഇതിനപ്പുറം ചാടിക്കിടന്നവനാണ്. നീ ഒരുപാട് ചാടല്ല അളിയാ, മനസ്സ് പതറണ്. ഏച്ചി പോടാ അവിടുന്ന്. ഇവിടെ എന്റെ കാല് പതറണം, അപ്പളാ അവന്റെ മനസ്സ്. നോക്കണേ. എന്റെ പൊന്നു മുരളിനെ, സത്യമായിട്ട് ഞാൻ നിന്നെ വിളിക്കാൻ വേണ്ടി അങ്ങോട്ട് ഫോൺ എടുത്തതേ ഉള്ളൂ. പിന്നെ നീ വിളിച്ചത് ഞാൻ കാണാതിരിക്കുവോ? ഞാനങ്ങനെ എടുത്തതാ. ഞാൻ തന്നെ പണിക്ക് പോയിട്ട് തിരിച്ച് വീട്ടിലെടുത്തണ്. പച്ചക്കറി മേടിക്കാൻ വിളിക്കുന്നത്. പണിക്കോ? പിന്നെ പണിക്ക് പോകണ്ട്. നിന്നെ പോലെ മറ്റേ ജനിച്ചപ്പോ വായിൽ സ്വർണ്ണക്കൻ്റെ ആയിട്ട് ജനിച്ച ടീമല്ലല്ലോ നമ്മള്. ശരി ശരി, ഞാൻ വിളിക്കാം. ശരി. കുറച്ച് പച്ചക്കറി മേടിച്ചോക്കളെ. ചേട്ടൻ എല്ലാം വാങ്ങിച്ചു, പക്ഷെ എന്റെ മിഠായി മാത്രം വാങ്ങിച്ചില്ല. എന്റെ അടുത്ത് ഒരു ശ്രദ്ധയില്ല ചേട്ടൻ. ഇത് ചെയ്യടാ, മറവിയല്ലടാ. മറവിക്കൊക്കെ നമ്മള് ഒരു കാര്യം ചെയ്യും. നീ ഒരു കാര്യം ചെയ്യും, വെണ്ടയ്ക്ക് പോയി.
ഹായ് മുട്ടായി. ഇരിക്കട്ടെ, ഒന്നുകൂടെ ഉണ്ടായിരുന്നു. ആ ആവശ്യം. കേശോട്ടാ ഓ താങ്ക്സ്. അയ്യോ വെൽക്കം. എന്തോ ഇവിടെ അയക്കുന്നേ? വാ അകത്തോട്ട് പോവാം. കനേന്റെ തൊഴിലാളി വന്നേ. ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24 വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 ഉഴപ്പാളി വന്നേ, ചായ കൊട്. നീയാണ് മക്കളെ ചേട്ടന്റെ ശരിക്കുള്ള നീതി. ഉഴപ്പാളി വന്ന് നമ്മള് ഈ പണിക്ക് കേറാനോളം താമസിച്ചാലും ഇറങ്ങണ നേരത്തെ ഇറങ്ങും. അങ്ങനൊന്നും ചെയ്യരുത് കേട്ടാ, സമയത്ത് ഇറങ്ങാൻ പാടുള്ളൂ. ഓ പിന്നെ ഇയാള് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് അറിയില്ല. ഇവിടെ ഉണ്ട് ഇങ്ങോട്ട് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ പണിയെടുത്തു. ചേട്ടാ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കനേന്റെ ചായ. ശേഷേ ഓ എത്ര ദിവസം കാണൂടെ ഈ പണി? ഈ സൈറ്റില് പണി ഒരു ഏറെക്കുറെ 10 ദിവസം കാണും. പിന്നെന്തര് വേറെ 2-3 സൈറ്റിൽ പണി പിടിക്കണം. കോളേജിൽ പോണം, അതാണ് പ്രശ്നം. കേശോ ടീ. ഹായ് ടീ. താങ്ക് യു. സത്യം പറഞ്ഞാലേ ഞങ്ങളത് പണിക്കടയിൽ ചായയുടെ ബ്രേക്ക് എടുത്തില്ല, ടക്കൻ അടിച്ചങ്ങ് തീർത്ത്. എന്നിട്ട് ഇപ്പം പോരാ നേരത്ത് രണ്ടുപേരോട് ചായയൊക്കെ മേടിച്ച് കുടിച്ചിട്ട് വന്നു. അപ്പൊ ഇത് 2ാമത്തെ ചായ. എന്തായാലും ചായ കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ പോയി കുളിച്ചോണം. അതൊക്കെ അത്രേ ഉള്ളൂ. ഒരു ദിവസം എത്ര ചായയാടേ? ആ ഏയ് ചേച്ചി പിടി, ചേച്ചി പിടി. ശിവ മക്കളെ വേണ്ട, കറക്റ്റ് പറഞ്ഞാല് 600 രൂപയുള്ള 700 രൂപയുണ്ട്. കണക്കേറ്റിക്കില്ല, 700 രൂപയുണ്ട്. 10 ദിവസം പോയി കഴിഞ്ഞാൽ 7000 രൂപ, പിന്നെ 5000 രൂപ ഇട്ട് കഴിഞ്ഞാൽ 12,000 രൂപ. കറക്റ്റ് കണക്കാണ് കേട്ടോ. 900 രൂപയാണ് കിട്ടിയത്. 200 രൂപ പോയിരിക്കണം. ഓക്കെ, ചെലവാക്കല്ലേ. എന്റെ പേര് കേശു എന്നല്ല. ഞാൻ കാശ് കിട്ടിയാലേ ഇടം വരെ നോക്കാണ്ട് ഐസ്ക്രീമും സിബപ്പും ഒന്നും വാങ്ങി കളയൂല. ഓ പറഞ്ഞോട്ടൊന്നും ഞാൻ മേടിച്ചോണ്ടോ തിന്നണോ നിങ്ങളൊക്കെ തന്നെ. ഓ ഫണ്ടിന്റെ കയ്യിൽ സേഫ് ആയിരിക്കും. സേഫ് ആയിരിക്കണം. അത് മതി. എന്ത് ചേച്ചി ഇങ്ങനെ നോക്കണം? ഓ കുറ്റബോധമാണോ? ഞാൻ പൈസ ചോദിച്ചപ്പോ എനിക്ക് പൈസ തരാൻ പറ്റില്ലെന്ന്. കുഴപ്പമില്ല, ഇനി ശരിക്കും തന്നോളൂ. നീ ഇപ്പൊ ചെയ്യുന്ന പണി സിമ്പിൾ ആണോ? സിമ്പിൾ ആണോ എന്നാ ഈസി പീസി കേസ് പറയാ ചോദിച്ചോട്ടോ. സിമ്പിൾ ആണോന്ന് ചുമ്മാ. അതായത് നമ്മള് പുട്ടി എടുക്കുന്നു, ബ്ലേഡ് ഇട്ട് 2 വര, ഭിത്തിയിലിട്ട് 2 വര, അങ്ങോട്ടൊരു തേപ്പ്, ഫ്രണ്ടിലോട്ട് തേപ്പ്, ബാക്കിലോട്ട് തേപ്പ്, ഫിനിഷ് ചെയ്ത് വിടും. കഴിഞ്ഞു. അപ്പൊ ഈ മേളത്തെ തലയൊക്കെ ആരെയും? അതവൻ യവൻ ശിജി ചെയ്യുന്നേ. ഞാൻ ഈ മേളത്തെ പണിയൊന്നും എടുക്കില്ല. നമ്മള് നൈസിൽ താഴത്തെ പണി മാത്രമല്ലേ ചെയ്യും. ആണല്ലേ? പിന്നെ എന്നാലേ നാളെ തൊട്ട് പോണ്ട. ഓ എവിടെ പണിക്ക്? പണിക്കാ? എടാ നീ സ്ഥിരം ഈ പണി ചെയ്യുന്നവനാണെങ്കിൽ കുഴപ്പമില്ല. ഇത് നീ ആണ്ടിലും കുളത്തിലൊക്കെ പോകത്തുള്ളൂ. വെറുതെ എന്തിനാണ് ആവശ്യമില്ലാതെ ഈ അപകടം വിളിച്ചു ചേർത്തണേ? എന്തൊരു അപകടം ചേച്ചി പറയണേ? ഞാൻ മേളിൽ കയറൂല, ഞാൻ താഴെ എന്നുള്ള പണിയേ ഉള്ളൂ. ചില ടച്ച് വർക്കും കാര്യങ്ങൾ മാത്രം. കള്ളം പറഞ്ഞ ചെകിളടിച്ച് പൊട്ടിക്കും ഞാൻ കണ്ടടാ. നീ ആ മേളത്തെ നില തുഞ്ചത്ത് പണിയെടുക്കണത്. എന്ത് വിശ്വാസം വന്നില്ലേ? കാണിച്ചരാം. ഇത് കണ്ടോ? ഈ തുമ്പത്ത് നിന്നാണ് ഇവൻ പണിയെടുക്കുന്നത്. എന്നിട്ട് പറയാണ് സിമ്പിൾ ആണെന്ന്. കള്ളം പറയാണ്ടല്ല. കേശുടെ മേളയിൽ പണിയെടുക്കുന്ന കേശുവേ, ഇതെന്താ ഇത്? അധിക ഹൈറ്റ് ഒന്നുമില്ല, ചെറിയ ഹൈറ്റ് ഉള്ളൂ. നീ നിന്റെ ഈ കട തീർക്കാൻ വേണ്ടിട്ടല്ലേ ഈ പണിയൊക്കെ ചെയ്യുന്നേ? അത് ഞാൻ തന്നോളാം. നീ നാളത്തോട്ട് പോകണ്ട. ഞങ്ങക്ക് നീയേ ഉള്ളൂ. എന്ത് അല്ല ചേച്ചി, ഇതേപോലെ എത്ര പേര് പണിയെടുക്കണേ? പണിയെടുക്കുന്നുണ്ട്. പക്ഷെ അവരൊക്കെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് പണിയെടുക്കുന്നത്. നീ അങ്ങനെയായിരുന്നാ? ഇവിടെ ഒരു കയറ് പോലും ഇല്ല പിടിക്കാൻ. ചേച്ചി നീ ശരി സമ്മതിച്ച്, ഞാൻ റിസ്ക് എടുത്ത് തന്നെ പണിയെടുത്ത്. ഇതൊക്കെ ഒരു വലിയ റിസ്ക് ആണോ? എത്രയോ പേരുണ്ട് ഇതേപോലെ പണിക്ക് പോണവര്, എന്തൊക്കെയോ കഷ്ടതകൾ സഹിച്ച് പണിക്ക് പോകുന്നവര്. ചേച്ചി എല്ലാവരും ഇതേപോലെ സേഫ്റ്റി ബെൽറ്റ് ചെയ്യണമെന്നാണ് വിചാരിക്കണേ? ചിലവർ അതിൽ അപകടം പിടിച്ച് എത്രയോ ബ്ലേഡിൻ്റെ ഇടയിൽ കൈകയറ്റുന്നുണ്ട്. ചേച്ചി
ചേച്ചി പറ കേക്കാം. അവരുടെയൊക്കെ വീടിന് അവര് മാത്രമേ കാണുള്ളൂ. അതേപോലെ തന്നെ ഇപ്പൊ ചേച്ചി പറഞ്ഞേ നമ്മുടെ വീടിന് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അവര് ഞാനും തമ്മിൽ എന്താണ് വ്യത്യാസം? അവരിത്രയും ധൈര്യമായിട്ട് ഓരോരോ പണികൾ ചെയ്യില്ലേ ചേച്ചി? അപ്പൊ ഞാൻ ചുമ്മാ ഇങ്ങനെ വീട്ടിൽ കയറി കുത്തിയിരുന്നു കഴിഞ്ഞാ അവർ മൊണ്ണയായി പോയില്ലേ? ചേച്ചിയുടെ അനിയൻ മൊണ്ണയാണാ? പറയേച്ചി, ചേച്ചിയുടെ അനിയന് മൊണ്ണയാണാ അല്ലല്ല? ചെറിയ ചെറിയ റിസ്ക് ഒക്കെ എടുത്താലേ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ. ചെറിയ ചെറിയ റിസ്ക് ഒക്കെ എടുക്കാം, പക്ഷെ ഈ ജീവൻ വെച്ചുള്ള റിസ്ക് ഉണ്ടല്ലോ അത് വേണ്ട. അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ സേഫ്റ്റി വേണം. ആ ഉറപ്പായിട്ടും കാണൂല്ലേ? മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.